കേരള പദ്ധതി അവസാനിപ്പിക്കാൻ തീരുമാനമായിരിക്കും. മാത്രമല്ല മഞ്ഞക്കുറ്റികളടക്കമെല്ലാം വിൽക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അത് നമ്മൾ അത്ഭുതപ്പെടേണ്ട. UDF കേരള പദ്ധതിയെ തുടക്കം മുതൽ എതിർത്ത് വന്നവരാണ്. അതിനെ വലിയ സമരം നടത്തിയത്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചത് അത്ഭുതമൊന്നുമില്ല. പക്ഷെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഇനി രാഗാറയിൽ നിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ കേരളത്തില് ഇങ്ങനൊരു അതിവേഗപാത വേണോ തെക്ക് വടക്ക്? ഇതാണ് ചോദ്യം. അതോ കേരളത്തിലുള്ളവരെല്ലാം ഇനി ഈ കാറെടുത്ത് തെക്ക് വടക്ക് ഓടണോ? എവിടെ എത്തുന്നത്? ഇപ്പൊ തന്നെ പണിത 4 വരിപ്പാതകള് ആ പണിത് ഒന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും തിരക്ക് മൂലവും വേണമെങ്കിൽ നിങ്ങൾ ആലുവ തൃശ്ശൂര് അല്ലെങ്കിൽ എറണാകുളം തൃശ്ശൂർ ഒന്ന് യാത്ര ചെയ്യും. ഈ റോഡ് മുഖേന പോകുന്ന യാത്രക്കാരെ മുഴുവൻ ട്രെയിനിലേക്ക് മാറ്റാൻ പറ്റണം. മാറ്റണമെങ്കിൽ അത് അതിവേഗപാത വേണം. ഇത് പാരിസ്ഥിതികമായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ശരി, ഇത് വേണ്ട. വേറെന്താ ബദല് പറയണം? ഇനി വേറെ പേരിട്ടാ വിളിക്കാൻ പോണെങ്കിൽ അങ്ങനെ, അല്ല വല്ല ഭേദഗതി ഉണ്ടെങ്കിൽ അങ്ങനെ. LDF തന്നെ പറഞ്ഞതാണ്, കേന്ദ്രം കേരളയിൽ അനുവദിക്കുന്നില്ലെങ്കിൽ എന്നാ പിന്നെ ഞങ്ങൾ കേന്ദ്രം എന്ന് പറ, അതനുസരിച്ച് ചെയ്യാം. അവര് RTDS പറഞ്ഞു. അപ്പൊ RRT ഞങ്ങൾ ശരി സമർപ്പിക്കാം. ഞങ്ങൾക്ക് തുറന്ന മനസ്സുള്ളൂന്ന് ഇത് തന്നെ വേണമെന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ടുള്ള പോക്കിന് ഇത്തരത്തിലുള്ള ഒരു അതിവേഗ പാത അനിവാര്യമാണ്.